നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന വിവിധ മൊബൈൽ ഫോണുകളുടെ കമ്പനികൾ എവിടെ നിന്നുമാണ് എന്ന് നോക്കിയാൽ അതിൽ ഭൂരിഭാഗവും ചൈനീസ് കമ്പനികളാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ ആപ്പിൾ അമേരിക്കൻ കമ്പനിയും സാംസങ് സൗത്ത് കൊറിയൻ കമ്പനിയുമാണ്. ഇന്ത്യൻ മൊബൈൽ ഫോൺ കമ്പനികളായിട്ടുള്ളത് മൈക്രോമാക്സും ലാവയുമാണ്. അവയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, പരിതാപകരമാണ് അവസ്ഥ. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മൊബൈൽ ഫോൺ കമ്പനികൾ ഇല്ല എങ്കിലും മറ്റ് ഇലക്ട്രോണിക്കൽ കമ്പനികൾ ഇല്ലേ എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. എന്നാൽ ഇന്ത്യയിൽ മൊബൈൽ ഫോൺ നിർമ്മാണ കമ്പനികൾ ഇല്ല എങ്കിലും മറ്റ് ഇലക്ട്രോണിക്കൽ കമ്പനികൾ ധാരാളമുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ കമ്പനികളുടെ പേരുകൾ കേൾക്കുമ്പോൾ ഇത് ഇന്ത്യൻ കമ്പനികൾ ആയിരുന്നോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഇന്ത്യൻ ഇലക്ട്രോണിക്കൽ കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ് ഒരു ഇന്ത്യൻ ഇലക്ട്രോണിക്കൽ കമ്പനിയാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10 ഇലക്ട്രോണിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഒന്നാണ്. ഹോം അപ്ലയൻസസും വാണിജ്യപരമായിട്ടുള്ള എന്ന് വെച്ചെങ്കിൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, വ്യവസായപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, പിന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ. നമ്മൾ പലപ്പോഴും പരസ്യത്തിലൂടെയൊക്കെ കേൾക്കാറുള്ള ചില ബ്രാൻഡ് നെയിമുകൾ ഹാവൽസിന്റെ സബ് കമ്പനികളാണ്. ഹാവൽസിന്റെ സബ് ബ്രാൻഡുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ലോയിഡ്, കാപ്ട്രി, സ്റ്റാൻഡേർഡ് ഇലക്ട്രിക്, റിയോ, പ്രോപ് ടെക് തുടങ്ങിയ ബ്രാൻഡുകളെല്ലാം ഹാവൽസിന്റെ സബ് ബ്രാൻഡുകളാണ്. ഈ ഹാവൽസ് കമ്പനി 1958 മുതൽ പ്രവർത്തിച്ചു വരുന്ന കമ്പനിയാണ്. എന്ന് വെച്ചെങ്കിൽ 66 വർഷങ്ങൾ ആയിരിക്കുകയാണ് ഈ കമ്പനിക്ക്. ഇനി അടുത്ത കമ്പനി ഇൻടെക്സ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഈ ഇൻടെക്സ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇവരുടെ പ്രധാന മേഖല IT, ടെലികമ്മ്യൂണിക്കേഷനും. ഇൻടെക്സിന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നെക്ക് ബാൻഡ്സ് ഇറക്കാറുണ്ട്, ഇയർഫോണുകൾ ഇറക്കാറുണ്ട്, പവർ ബാങ്കുകൾ ഇറക്കുന്നുണ്ട്, ചാർജിംഗ് കേബിളുകളും സ്പീക്കറുകളും ഇറക്കുന്നുണ്ട്, സ്മാർട്ട് വാച്ചുകളും LED ടിവികളും ഇവർ ഇറക്കാറുണ്ട്, വാഷിംഗ് മെഷീൻ പോലെയുള്ള ഗൃഹോൽപ്പന്നങ്ങളും ഇവർ ഇറക്കുന്നുണ്ട്. ഈ ഇൻടെക്സ് കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 1996 മുതൽ കമ്പനി പ്രവർത്തിച്ചു വരുന്നു. ഇനി അടുത്ത കമ്പനി വീഡിയോകോൺ ആണ്. വീഡിയോകോൺ എന്ന പേര് ഏകദേശം എല്ലാവരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള പേര് തന്നെയാണ്. മുംബൈ ആസ്ഥാനമായി 1979 ഈ കമ്പനി ആരംഭിച്ചത്. വീഡിയോകോൺ കമ്പനി പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളാണ് TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, ഓവൻ, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ. ഇനി അടുത്ത കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓൾട്ടാസ് ആണ് ഈ ലിസ്റ്റിലെ അടുത്ത കമ്പനി. 1954 ആരംഭിച്ച കമ്പനിയാണിത്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഇത് പലർക്കും അറിയാവുന്നതുപോലെ ടാറ്റ കമ്പനിയുടെ സബ് കമ്പനിയാണ് ഈ ഓൾട്ടാസ് എന്ന് പറയുന്ന കമ്പനി. ഓൾട്ടാസിന്റെ ഒരുപാട് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത കമ്പനി ബ്ലൂ സ്റ്റാർ ആണ്. മുംബൈ ആസ്ഥാനമായി 1943 ഈ കമ്പനി സ്ഥാപിതമായത്. ഇവരുടെ ഉൽപ്പന്നങ്ങൾ AC, എയർ കൂളർ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയ ഒരുപാട് ഉപകരണങ്ങൾ ഇവർ ഇറക്കുന്നുണ്ട്. ബ്ലൂ സ്റ്റാർ കമ്പനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേയുള്ള കമ്പനിയാണ്. ചിലപ്പോൾ ഈ കമ്പനിയുടെ ഉപകരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഈ ലിസ്റ്റിലെ അടുത്ത കമ്പനി ഓറിയന്റ് ഇലക്ട്രിക് ആണ്. ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം. 1939 ഈ കമ്പനി സ്ഥാപിതമായത്. ഇവർക്ക് ഇന്ത്യയിൽ കൂടാതെ 35ഓളം വിദേശ മാർക്കറ്റുകളിൽ വിൽപ്പനയുണ്ട്. എന്ന് വെച്ചെങ്കിൽ ഒരു ബൃഹത്തായ കമ്പനി തന്നെയാണ് ഇത്. അടുത്ത കമ്പനി ഓർപെറ്റ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ആസ്ഥാനമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഗുജറാത്തിലാണ് ഇതിന്റെ ആസ്ഥാനം. 1964 ഈ കമ്പനി സ്ഥാപിതമായത്. ഈ കമ്പനിയും നേരത്തെ പറഞ്ഞ കമ്പനികളെ പോലെ തന്നെ ഒരുപാട് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ ഇറക്കുന്നുണ്ട്. ഇനി അടുത്ത കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിംഫണിയാണ് അടുത്ത കമ്പനി. ഇതും മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഗുജറാത്താണ് ഇതിന്റെ ആസ്ഥാനം. 1988 ഈ കമ്പനി സ്ഥാപിതമായത്. ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും നമുക്ക് വിപണിയിൽ ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇന്ത്യൻ കമ്പനികളിലെ അതികായനായ കമ്പനി എന്ന് പറയാവുന്ന ഗോദ്രേജ് കമ്പനിയാണ്. ഈ കമ്പനിയെ കുറിച്ച് അറിയാത്ത ആരുമുണ്ടാവില്ല. ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും. 1 നൂറ്റാണ്ടിൽ കൂടുതൽ പാരമ്പര്യമുള്ള കമ്പനിയാണിത്. 1897 ഈ കമ്പനി സ്ഥാപിതമാവുന്നത്. അടുത്ത കമ്പനി IFB അഥവാ ഇന്ത്യൻ ഫൈൻ ബ്ലാങ്ക്സ്. 1974 ഈ കമ്പനി സ്ഥാപിതമായത്. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇന്ത്യയിൽ മൊബൈൽ ഫോൺ കമ്പനികൾ കുറവാണെങ്കിലും മറ്റ് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ ഇറക്കുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. അതൊരു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.